ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പും വാട്സപ്പ് ബ്രോഡ്കാസ്റ്റ് പോലെയുള്ള സംവിധാനങ്ങളെ പറ്റിയിട്ടാണ് പഠിച്ചത്. അപ്പം വാട്സപ്പിൽ തന്നെ വളരെ ഉപകാരപ്രദമായിട്ടുള്ള മറ്റൊരു ഫംഗ്ഷനാണ് വാട്സപ്പ് വെബ് എന്നുള്ളത്. അതായത് നമ്മുടെ വാട്സപ്പിൻ്റെ ആ ഒരു ഇൻ്റർഫേസ്, നമുക്ക് വാട്സപ്പിൻ്റെ ആ ഒരു ഹോം പേജ് നമുക്ക് കമ്പ്യൂട്ടറിൽ ലഭിക്കുന്നതാണ്. അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ ഗ്രൂപ്പിൽ ആരെങ്കിലും എന്തെങ്കിലും ഒരു വീഡിയോ അല്ലെങ്കിൽ ഇമേജ് അയച്ചു, അത് നമുക്ക് കമ്പ്യൂട്ടറിലേക്ക് കയറ്റണം, അല്ലെങ്കിൽ നമ്മളെ കമ്പ്യൂട്ടറിൽ സേവ് ചെയ്ത് വെക്കണം. അത്തരം സാഹചര്യത്തിൽ നമുക്ക് വാട്സപ്പിലുള്ള മുഴുവൻ ഡാറ്റയും നമ്മളെ ലാപ്ടോപ്പിലോ ഡെസ്ക്ടോപ്പിലോ കിട്ടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഫംഗ്ഷനാണിത്. ഇതിനായിട്ട് ചെയ്യേണ്ടത് നമ്മുടെ ഗൂഗിളിൽ ഒന്നുകിൽ വാട്സപ്പ് വെബ് എന്ന് സെർച്ച് ചെയ്യുക, അതല്ലെങ്കിൽ web.whatsapp.com ഇതിൽ ടൈപ്പ് ചെയ്തതുപോലെ web.whatsapp.com എന്ന് ടൈപ്പ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതുപോലൊരു ഇത് കിട്ടും, ഒരു ഇൻ്റർഫേസ് കിട്ടും. ഇവിടെ നമുക്ക് ഒരു QR കോഡ് ഉണ്ടാവുന്നതാണ്. ഒരു സമയം കഴിയുമ്പോൾ അത് എക്സ്പയർ ആയിപ്പോൾ, അപ്പം പുതിയ QR കോഡ് എടുക്കണം. നമുക്ക് ഇങ്ങനെ കിട്ടും. ശേഷം നമ്മൾ ചെയ്യേണ്ടത് ഫോണിലാണ്. ഫോണിൽ പിന്നീട് നമ്മൾ ചെയ്യേണ്ടത് വാട്സപ്പിലാണ്. വാട്സപ്പിൽ നമുക്കിങ്ങനെ 3 ഡോട്ട് കാണുന്നിടത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വാട്സപ്പ് വെബ് എന്ന് കാണാം. ശേഷം നമ്മൾ ലിങ്ക് എ ഡിവൈസ് എന്നുള്ള ഓപ്ഷനിൽ കൊടുക്കുക. നമ്മൾ പ്രൈവസി മറ്റ് സംഗതികളുണ്ടെങ്കിൽ നമ്മളവിടെ ഫിംഗർ ലോക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മുടെ ഫോണിൽ ഇതുപോലെ ഒരു QR കോഡ് സ്കാൻ ചെയ്യേണ്ട സംഭവം ഓപ്പൺ ആയിട്ട് വരും. ശേഷം നമ്മൾ ഈ സ്ക്രീനിൽ കാണുന്ന QR കോഡ് സ്കാൻ ചെയ്ത് കൊടുക്കുക. സ്കാൻ ചെയ്ത് കൊടുത്താൽ നമ്മുടെ ഈ ഫോണ് ലാപ്ടോപ്പുമായിട്ട് ലിങ്കായി. അപ്പോൾ നമ്മളെ ഈ ഫോണിൽ കിട്ടുന്ന വാട്സപ്പ് അതുപോലെ നമുക്ക് ഡെസ്ക്ടോപ്പിൽ കിട്ടുന്നതാണ്. ഇവിടെ നമുക്ക് മുഴുവൻ ചാറ്റ്സും നമുക്കിവിടെ ലഭിക്കും. നമുക്ക് അതിൽ നിന്നും ആവശ്യത്തിനുള്ള ഡാറ്റാസൊക്കെ കമ്പ്യൂട്ടറിലേക്ക് സേവ് ചെയ്ത് വെക്കാനും സാധിക്കുന്നതാണ്. സമയത്ത് നമ്മൾ 2 കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. ഒന്ന്, നമ്മുടെ വാട്സപ്പ് ഉപയോഗിക്കുന്ന ഫോണ് നമ്മുടെ അടുത്ത് തന്നെ വേണം. നമ്മുടെ അടുത്ത് തന്നെ നെറ്റ് ഓൺ ആക്കിയിട്ട് അടുത്ത് തന്നെ വെക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ഈ ലാപ്ടോപ്പിൽ വാട്സപ്പ് കിട്ടുകയുള്ളൂ. അതുപോലെ തന്നെ നമ്മളിത് ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കൃത്യമായിട്ട് ലോഗ് ഔട്ട് ചെയ്യണം, അല്ലെങ്കിൽ ഇതെപ്പോഴും ഓണായിട്ട് കിടക്കും. നമ്മളെ പേഴ്സണൽ ലാപ്ടോപ്പിലല്ല മറ്റെവിടെയെങ്കിലും വെച്ചാണ് ഇത് യൂസ് ചെയ്യുന്നത് എങ്കിൽ ലോഗ് ഔട്ട് ചെയ്യാൻ ഒരിക്കലും മറക്കരുത്. കൃത്യമായിട്ട് നമ്മൾ ആവശ്യത്തിന് ശേഷം ഇത് ലോഗ് ഔട്ട് ചെയ്യേണ്ടതാണ്. അല്ലെങ്കിൽ ആരെങ്കിലും വീണ്ടും വാട്സപ്പ് ആപ്പ് തുറന്നു കഴിഞ്ഞാൽ അവർക്ക് നമ്മളെ വാട്സപ്പ് ഓപ്പൺ ചെയ്യാൻ പറ്റും. അപ്പോൾ അത് വളരെയേറെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഇവിടെ 3 ഡോട്ട് ക്ലിക്ക് ചെയ്തിട്ട് ലാപ്ടോപ്പിൽ നിന്ന് അത് ലോഗ് ഔട്ട് ചെയ്യുക എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പം നമുക്കിപ്പം ഗ്രൂപ്പിൽ വന്നിരിക്കുന്ന സന്ദേശങ്ങളെല്ലാം തന്നെ ഇതിൽ കൃത്യമായിട്ട് കിട്ടുന്നതാണ്. ഇതിൽ നിന്ന് നമുക്ക് നേരെ ലാപ്ടോപ്പിലേക്ക് സേവ് ചെയ്ത് വെക്കാനും മറ്റും ഇമേജസ് ആയാലും PDF ആയാലും അങ്ങനെയുള്ള എല്ലാം നമ്മുടെ ഫോണിലുള്ള വാട്സപ്പിൽ വന്നിരിക്കുന്ന PDF ഡാറ്റാസും വീഡിയോസും മറ്റും എല്ലാം തന്നെ നമുക്ക് ലാപ്ടോപ്പിലൂടെ ആക്സസ് ചെയ്യാനും അതുവഴി നമുക്ക് ലാപ്ടോപ്പിൽ സ്റ്റോർ ചെയ്ത് വെക്കാനും ഒക്കെ സാധിക്കുന്നതാണ്. ഇത് വളരെ ഉപകാരപ്രദമായ ഒരു ഫംഗ്ഷനാണ് വാട്സപ്പിൻ്റെ ഭാഗത്തുള്ളത്. അപ്പം ഞാൻ പറഞ്ഞതുപോലെ ഇത് ലോഗൗട്ട് ചെയ്യാൻ മറക്കരുത് എന്നുള്ളത് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. അതുപോലെ തന്നെ വാട്സപ്പിലുള്ള മറ്റൊരു ഫംഗ്ഷനാണ് സ്റ്റാർഡ് മെസ്സേജ് എന്നുള്ളത്. അതായത് നമുക്ക് എളുപ്പത്തിൽ മെസ്സേജ് ആക്സസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണിത്. നമുക്ക് ഏതെങ്കിലും സന്ദേശങ്ങൾ നമുക്ക് വീണ്ടും വീണ്ടും ആവശ്യമായിട്ടുണ്ടെങ്കിൽ അത് പ്രസ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞിട്ട് ഇവിടെ സ്റ്റാർ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് അത് എളുപ്പത്തിൽ ഏത് ഗ്രൂപ്പിലാണെങ്കിൽ ആ ഗ്രൂപ്പ് പോയിട്ട് പ്രത്യേകിച്ച് തപ്പി നോക്കേണ്ട ആവശ്യമില്ല, സെർച്ച് ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഇവിടെ തന്നെ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സ്റ്റാർഡ് മെസ്സേജ് എന്ന് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ സ്റ്റാർ ഇട്ട് വെച്ച മെസ്സേജൊക്കെ നമുക്ക് ഇവിടുന്ന് എളുപ്പത്തിൽ കിട്ടും. നമുക്ക് ആവശ്യമുള്ള വളരെ പ്രധാനപ്പെട്ട മെസ്സേജുകളൊക്കെ ഇതുപോലെ സ്റ്റാർ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത് എവിടെയായിരുന്നു എന്നുള്ള കൺഫ്യൂഷൻ്റെ ആവശ്യമില്ല. വീണ്ടും വീണ്ടും നമ്മൾ ഈ സെർച്ച് ചെയ്തെടുക്കാനുള്ള ബുദ്ധിമുട്ടുമില്ല. നമുക്ക് എല്ലാ മെസ്സേജും ഇവിടെ നിന്ന് ലഭ്യമാകുന്നതാണ്.